Wedding Collections, the classic bridal world. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ആതുര സേവന രംഗത്ത് ചെറുവട്ടൂരിന്റെ നാഴികക്കല്ലായി മുന്നേറുന്ന PKM ഹോസ്പിറ്റലിൽ പുതിയ ചികിത്സാ വിഭാഗങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ഏപ്രിൽ 15 മുതൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഓർത്തോപീഡിക്സ്, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ ചികിത്സ ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ചെറുവട്ടൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവരുടെ ആതുര സേവന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറുന്ന PKM ഹോസ്പിറ്റൽ മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിടുകയാണ്. നിലവിലുള്ള ചികിത്സാ സംവിധാനങ്ങൾക്ക് പുറമെ വിദഗ്ധരായ ഡോക്ടർമാർ നേതൃത്വം നൽകുന്ന ഓർത്തോപീഡിക് വിഭാഗവും ജനറൽ മെഡിസിനുമാണ് തുടക്കം കുറിക്കുന്നത്. ഏപ്രിൽ 15-ാം തീയതി മുതൽ പുതിയ ചികിത്സാ വിഭാഗങ്ങൾക്ക് ആശുപത്രിയിൽ തുടക്കമാകും. സീനിയർ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ റോബിൻ ആന്റണിയാണ് ഓർത്തോ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ 24 വർഷമായി ഓർത്തോപീഡിക് വിഭാഗത്തിൽ ചികിത്സ നൽകി വരുന്ന ഡോക്ടറാണ് റോബിൻ ആന്റണി. തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിലും എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിലും ആലുവ കാരോത്തുകുഴി ആശുപത്രിയിലും ഡോക്ടർ റോബിൻ സേവനം നൽകിയിട്ടുണ്ട്. ഫാമിലി മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി വിഭാഗത്തിൽ ഡോക്ടർ ദിയ റോയിയും ഏപ്രിൽ 15 മുതൽ ചെറുവട്ടൂർ PKM ഹോസ്പിറ്റലിൽ ചാർജ് എടുക്കുന്നു. ഡയബറ്റോളജിയിൽ റോയൽ യൂണിവേഴ്സിറ്റി UK-യിൽ നിന്നും ഫെലോഷിപ്പ് കരസ്ഥമാക്കിയിട്ടുള്ള ആളാണ് ഡോക്ടർ ദിയ റോയ്. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ദീർഘനാൾ സേവനം ചെയ്തിട്ടുള്ള ഡോക്ടറാണ് ദിയ റോയ്. ഡോക്ടർ റോബിൻ ആന്റണിയുടെയും ഡോക്ടർ ദിയയുടെയും സേവനം ജനങ്ങൾക്ക് നൽകുന്നതിലൂടെ കൂടുതൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ചെറുവട്ടൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് PKM ഹോസ്പിറ്റൽ മാനേജ്മെന്റിനുള്ളതെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡയറക്ടർ PKM ഷിഹാബ് അറിയിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, ഫാർമസി, എമർജൻസി മെഡിസിൻ, ആംബുലൻസ് സംവിധാനം, ലാബ് ടെസ്റ്റുകൾ എന്നിവയ്ക്ക് പുറമെയാണ് പുതിയ 2 ഡോക്ടർമാരുടെ സേവനം കൂടി PKM ഹോസ്പിറ്റൽ നൽകുന്നത്. A1 Textiles, Nehru Park, മൂവാറ്റുപുഴ.